ബ്രേക്കിംഗ് ന്യൂസ്, വാർത്തകൾ വിശദമായി. കേരളത്തെ ഞെട്ടിച്ച സ്നേഹ കൊലപാതകം പുതിയ വഴിത്തിരിവിലേക്ക്. ഒന്നാം പ്രതി എന്ന് കരുതുന്ന തൻസീർ നിരപരാധിയെന്ന് കോടതി കണ്ടെത്തിയെ തുടർന്ന് കുറ്റവിമുക്തനാക്കി. കണ്ണൂരുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് ഇതിന് പിറകിലെന്ന് പോലീസ് സംശയിക്കുന്നു. അന്വേഷണം ഊർജിതമാക്കി. ഹലോ, എന്തായി തൻസി ഇറങ്ങിയോ? ഇപ്പൊ ഇറങ്ങും. ബിരിയാണി റെഡിയാ? അതൊക്കെ റെഡിയാണ്, നിങ്ങൾ വേഗം വാ. നിസാമേ, തൻസിക്ക് ഇഷ്ടപ്പെട്ട അരിപ്പായസം മറന്നുകൊണ്ട മെഹറിനോട് പറഞ്ഞേക്ക്. അതൊക്കെ നിങ്ങള് പൊന്നാരപ്പ നിങ്ങള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നീ വെച്ചോ. അവൻ ഇറങ്ങി. താജുക്ക വന്നില്ലേ? നീ ജയിലിലായതിനു ശേഷം താജുക്ക വീട് വിട്ട് എവിടെയും പോവാറില്ല. എന്തിന് റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാറില്ല. എപ്പോഴും നിന്നെ കുറിച്ച് ചോദിക്കും. എപ്പോഴാ വരാ? വാ, എല്ലാരും നിന്നെ കാത്തിരിക്കുകയാണ്. ഓൾ എന്നെ തേച്ചു വെച്ചു. ഓൾക്കൊരു ബെസ്റ്റ് ഉണ്ട്. ഓൻ പറയുന്നതേ ഓള് കേക്കൂ. അതാരാ ബെസ്റ്റി? അതാണ് ശരിക്കും ലവർ. ഇവൻ വെറും ഡമ്മി. എന്തുവാടാ ഡമ്മി? നീ തന്നെ ഓർക്കത്ത് പ്രേതത്തെ സ്വപ്നം കണ്ട് മൂത്രയിച്ച ആളല്ലേ നീ? അയ്യേ, ടെൻസി, നീ എൻ്റെ അനിയനല്ല, മോനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടത്. നീ പോയതിന് ശേഷം ഞാൻ സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല. കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിൻ്റെ വിലയറിയും. മോനെ ഒരുപാട് തെറ്റ് വെച്ചു പോയി. കാക്ക പൊരുത്തപ്പെട്ട് തരണം മോൻ. മാളിയേക്കൽ തറവാട്ടിലെ സന്തോഷ ദിനങ്ങൾ തിരിച്ചു വന്നു. ഒരു വർഷത്തിനു ശേഷമാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. താജുക്കാക്ക് തൻസിയോടുള്ള തെറ്റിദ്ധാരണ മാറിയപ്പോൾ തന്നെ താജുക്ക പഴയതുപോലെ സന്തോഷവാനാണ്. ഏട്ടനനിയന്മാരുടെ സ്നേഹ സൗഹൃദം കണ്ട് കുട്ടികൾക്ക് വരെ അസൂയയാണ്. നാട്ടിലും കുടുംബത്തിലും കല്യാണം പൊളിച്ചെടുക്കുന്ന ഫോർബദേഴ്സിന്റെ കുടുംബക്കാരിയായ അമേരിക്കയിലെ അമ്മായി സീനത്തിന്റെ മോളുടെ കല്യാണമാണ് നാളെ. അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മാളിയേക്കൽ തറവാട്ടിലെ ഓരോ അംഗങ്ങളും. ഹലോ, എടാ അത്തുവേ, ഇതാര് സീനത്താ? എപ്പോ അമേരിക്കന്ന് വന്നു? ഞാൻ ഇന്നലെ വന്നോടാ. മോളെ കല്യാണം മറന്നിട്ടില്ലല്ലോ? നിങ്ങളെ മോളെ കല്യാണമല്ലേ? തീർച്ചയായും വന്നിരിക്കും. ഓക്കെ മുത്തേ, എല്ലാരും വരണട്ടോ. ഞങ്ങൾ വന്നിരിക്കും. ഞങ്ങളെ ഫാമിലി ഉണ്ടായിരിക്കും, ചങ്ങായിമാരുണ്ടായിരിക്കും. അടിച്ചു പൊളിച്ച് നല്ല കളർഫുൾ ആക്കി തരും. ഓക്കെ മുത്തേ.
ഓക്കെ സീനു കല്യാണം പൊളിച്ചടക്കണം. മുഖം പുത്തിനാരി മുത്തുമല ചൂടി മണവാട്ടി വരുന്നുണ്ടല്ലോ മൈക്കണ്ണും വിളങ്ങി മൈലാഞ്ചി കൈലങ്കി മുഞ്ചത്തി ചിരിക്കുന്നല്ലോ കൊഞ്ചും കഞ്ചകമുത്താണ് ഇവളെന്നും നെഞ്ചിൽ സ്വത്താണ് പഞ്ചാര പുഞ്ചിരി തഞ്ചും മൊഞ്ചത്തി പെണ്ണേ കൊഞ്ചും കഞ്ചകമുത്താണ് ഇവളെന്നും നെഞ്ചിൽ സ്വത്താണ് പഞ്ചാര പുഞ്ചിരി തഞ്ചും മൊഞ്ചത്തി പെണ്ണേ മൈക്കണ്ണും വിളങ്ങി മൈലാഞ്ചി കൈ
പെങ്ങളെ ഇക്കാക്കമാരരികത്തുണ്ട്. കുഞ്ഞുമോളിൽ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. മംഗളങ്ങൾ പാട്ടും കൊട്ടി പാടുന്നുണ്ട്. കൂടെ പിറപ്പായി ഞങ്ങൾ കൂടെയുണ്ട്. ഒരു തിരുനറുമണ മുതിരണ വിതരണ മധുമതി പൊതിയണ തഞ്ചത്തിൽ. പനിമതി നിധിയുതി വിളയണ തെളിയണ ഒളിവേറും മധുവദനത്തിൽ. കുഞ്ഞു പെങ്ങളെ കാക്കമാരരികത്തുണ്ട്. കുഞ്ഞുമോളിൽ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. മംഗളങ്ങൾ പാട്ടും കൊത്തി പാടുന്നുണ്ട്. കൂടെ പിറപ്പായി ഞങ്ങൾ കൂടെയുണ്ട്. കലകലകണ കളിച്ചിരി ഒളിവ് കനവില സുഖരസമത് തെളിവ്. കൈമുട്ടിപ്പാട്ടും മറവന കൊത്തും കല്യാണം. കലകലകണ കളിച്ചിരി ഒളിവ് കനവില സുഖരസമത് തെളിവ്. കൈമുട്ടിപ്പാട്ടും മറവന കൊത്തും കല്യാണം. കല്യാണപ്പാട്ടുകൾ പാടി പാടി ഞങ്ങൾ സഭയോരിൽ സുഖം ചൊരിഞ്ഞ്. കല്യാണപ്പാട്ടുകൾ പാടി പാടി ഞങ്ങൾ സഭയോരിൽ സുഖം ചൊരിഞ്ഞ്. കലകലകണ കളിച്ചിരി ഒളിവ് കനവില സുഖരസമത് തെളിവ്. കൈമുട്ടിപ്പാട്ടും മറവന കൊത്തും കല്യാണം. കലകലകണ കളിച്ചിരി ഒളിവ് കനവില സുഖരസമത് തെളിവ്. കൈമുട്ടിപ്പാട്ടും മറവന കൊത്തും കല്യാണം. അവളെ തീർത്തിണ്ടാ. വെൽ ഡൺ മൈ ബ്രോ, യു ഡൺ ഇറ്റ്. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21 വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം.
അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ. ഈ കുടുംബത്തിന്റെ കാവൽ വിളക്കായി മെഹറുനിസയും. ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞു പെങ്ങൾക്ക് ഇപ്പോഴും ആ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞുപെങ്ങൾ. പക്ഷേ മാളിയേക്കൽ തറവാട്ടിൽ ന്യൂജൻ കുട്ടികളുടെ മുമ്പിൽ ഇവളുടെ ഒരു ഒന്നും ചെലവാകുകയില്ല. എടാ മരമാക്രി, ഇത് എത്ര പൈസയുടെ ക്രീമാന്നറിയോ? മരമാക്രി എന്റെ കെട്ടിയ ഇത്താക്കുള്ളിൽ പോയി മേക്കപ്പ് ചെയ്താ പോരെ? ഇത്തനെ പോലെ ഞാനും വിളിക്കട്ടെ. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിന് ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോനെ, ഞാൻ വന്നത് മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എൻ്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു വിളിക്കാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് വിളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിൻ്റെയും കണ്ണീറിൻ്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കാട് ഉസ്താദ് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? എൻ്റെ മോള് സ്വർഗത്തിൽ പോയി. അത് പിന്നെ നമ്മളെ സത്താറിന്റെ നാട്ടിലെ ഉസ്താദ് തൻസി നാളെ തന്നെ ഉസ്താദിനടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് വാ. എന്തേ ഉപ്പാ, നിങ്ങൾ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താദിന്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് രണ്ടാമത്തെ വീട്. ഇൽമാൽഹ തുൽമാൽഹ ഞണ്ടങ്കാലിയ, ഓതിയിട്ടും പറഞ്ഞിട്ടും ഞണ്ടങ്കാലിയ, തൻസീറല്ലേ? ഏട്ടൻ താജുവിൻ്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ? കുടുംബത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞണ്ടങ്കാലി തങ്ങൾ റെഡിയാക്കി തരും. ഉസ്താദേ, കല്യാണ പെണ്ണിന് റൂഹാനിൻ്റെയും ഷെയ്ത്താൻ്റെയും പ്രശ്നമുണ്ട്. ഒരു പേടിയും വേണ്ട, ഷെയ്ത്താൻ പോയിട്ട് ഓളം വീട്ടിലൊരു വീരപ്പൻ വരെ കയറൂല. വീരപ്പൻ അതിന് മരിച്ചില്ല ഉസ്താദേ. ഒന്നും ഉണ്ടാണ്ട് കിടയും മാറേ, എന്നോട് അറിയില്ല പറഞ്ഞു. ഇതിൽ ആ സുലൈഖയുടെ ആത്മാവുണ്ട്, ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം, ഓളിഞ്ഞൊന്നും മുണ്ടില്ല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,100 ഉറുപ്പിക അടിച്ചിട്ട് പോയിക്കോടെ, കല്യാണമൊക്കെ ഉഷാറായിട്ട് കിടക്കും. ജൽഷു, ആ പൈസ ഒന്ന് കൊടുത്തേ. കുഞ്ഞാനെ. അപ്പോൾ ഓക്കെ ഉസ്താദേ, അപ്പോൾ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരിക മാത്രമല്ല, ഓളെ ഷെയ്ത്താന് കുപ്പിയിലാക്കിയിട്ട് ഞാനാണ്ട് വരും. ഒക്കെ ഉഷാറാവും. മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള്. കൊട്ടും പാട്ടും മേളമോ
വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിൽ ഇന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിതാ അസ്സലാമലൈക്കും. ഈ മാളിയൊക്കെ തറവാട് അറിയും? ആ എന്തേ? അവരെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നല്ലേ? അവിടെ ആകെ പ്രശ്നം. 2-3 ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. താജുക്കാടെ പെണ്ണ് മരിച്ചിന്, പിന്നെ ആരോടൊപ്പം മരിച്ചത് അവിടെ. ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഏതോ ഉസ്താദിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു കേട്ട് അല്ലേ? വെള്ളി നിലാവ് പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തൊട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്കനിന്നിതാ മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കൊഞ്ചി വന്നത് മുഹബത്താണടി ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്. ഇന്നത്തേക്ക് 5 കൊല്ലായി ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ല, നമുക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് പറഞ്ഞൂടെ? എന്തൊരു ചാടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്. എന്നിട്ട് എൻ്റെ ഉപ്പാട് വന്ന് ചോദിക്കും. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞ്. പിന്നില്ല. എന്താ പോരെ? ിടും പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ തവിളി പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയരോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവര ഹുസ്നുൽ ജമാലിനൊത്ത ബദറിൽ മുനീറ് മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിൽ ഇന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിതാ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മുഞ്ചിൽ ഇന്ന് മംഗളനാള്
എവിടെയാണ് നിന്റെ പുന്നാർ അനുജൻ? സ്നേഹ കൊലപാതകം പ്രതി തൻസീർ. കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. അറിഞ്ഞില്ലേ ഈ പുന്നാരേട്ടൻ? വിളിക്കട പുന്നാര മോനെ. എന്താടാ ഞാൻ ഈ കേൾക്കുന്നത്? ഇവരീ പറയുന്നത് സത്യമാണോ? നീ എന്തൊന്നും മുണ്ടാത്ത പറയടാ, പറയാ. ഇങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കാക്കും അറിയാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു. മാളിയേക്കൽ തറവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു. സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നു. 6 മാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത്. പക്ഷെ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല. കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല. താജുക്ക